ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ പ്രീമിയർ ലീഗ് ഏകദേശം ലോക്കായി അറിയാലോ. ലിവർപൂൾ ഏകദേശം കപ്പ് ഷുവറായി. ഏകദേശം 13 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ആണ് ആർസണലുമായിട്ട്. ലിവർപൂളിൻ്റെ ഏറ്റവും വലിയ കപ്പടിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ അവർ കോമ്പീറ്റ് ചെയ്യുന്നത് ആർസണലായിട്ടുള്ളതാണ്. അതായത് ആർസണലിൻ്റെ സെക്കൻഡ് സ്ഥാനത്തുള്ള ആർസണലാണ്. അതേസമയം സിറ്റിയോ ഈവൻ ന്യൂ കാസിൽ യുണൈറ്റഡ് ആണെങ്കിൽ പോലും ലിവർപൂൾ കുറച്ചുകൂടി കോമ്പറ്റീഷൻ നേരിട്ടെ എന്നാണ് എനിക്ക് എൻ്റെ ഒരു അസംഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഏകദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും പ്രീമിയർ ലീഗ് ഏകദേശം കഴിയാനായി. അപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കാണുന്ന ഒരു ജോണി ഡള്ളാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്സ്വിച്ച് ടൗണിൻ്റെ പ്ലെയർ. അതായത് റെലിഗേഷനിലുള്ള 3 ടീമാണ്. ഒന്ന് ഇപ്സ്വിച്ച്, പിന്നെ ലെസ്റ്റർ, പിന്നെ ഉള്ളത് സൗത്താംപ്ടൺ. എന്തായാലും ആ 3 ടീമും തന്നെ റെലിഗേഷനിൽ എന്തായാലും പോകും. അതായത് അതൊരു ഇപ്രാവശ്യത്തെ പോയിന്റ് ടേബിൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും മൂന്ന് ടീമുകളെല്ലാം സെയിം പോയിന്റാണ് ഉള്ളത്. അതായത് 18ഉം 16ഉം തമ്മിൽ പിന്നെ ഏകദേശം 10 പോയിന്റ് 15 പോയിന്റ് വ്യത്യാസമുണ്ട്. 15ാം സ്ഥാനത്തുള്ള നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെയാണ്. അപ്പോൾ ഈ പ്ലെയറിൻ്റെ ഡള്ളാപ്പ് എന്ന് പറഞ്ഞ പ്ലെയർ പ്രീമിയർ ലീഗ് റെലിഗേറ്റ് ആകുന്നതുകൊണ്ട് അധികവും വലിയ ക്ലബ്ബുകൾ അയാൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. വലിയ ക്ലബ്ബുകൾ ഒരു ആർസണൽ ട്രൈ ചെയ്യുന്നുണ്ട്, യുണൈറ്റഡ് ഉണ്ട്. ഫിസിക്കൽ സ്ട്രൈക്കർ എന്നെല്ലാം പറഞ്ഞാണ് ഇതാകുന്നത്. 12 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ പ്രീമിയർ ലീഗിൽ ഇപ്രാവശ്യം വലിയൊരു സംഭവം നടക്കുകയാണ്. എന്താണ്? ഇപ്രാവശ്യം ഒരു വലിയൊരു പ്ലെയറെ ലാസ്റ്റ് പ്രീമിയർ ലീഗ് സീസണാണ്. അതായത് പ്രീമിയർ ലീഗിൻ്റെ ഗോഡ്സിൽ പെടുന്നതെന്നാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസിൽ വരുന്ന. ഇപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം ഹോൾ ഓഫ് ഓണറെല്ലാം കൊടുക്കും എന്തായാലും. അപ്പോൾ പ്ലെയറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ജെറമി വാർഡി. ഈ പേര് ഞാൻ പറയാൻ 2 മിനിറ്റ് എടുത്ത്. സോറി, ഈ വീഡിയോയിൽ ഞാൻ 2 മിനിറ്റ് എടുത്തു. അപ്പോൾ ഈ പ്ലെയറാന്ന് പറഞ്ഞാൽ ഇതിലുള്ള എന്തായാലും ലെസ്റ്റർ 19ാം സ്ഥാനത്താണുള്ളത്. എന്തായാലും റെലിഗേറ്റ് ആവുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. എന്താണ് ആ ടീമിൻ്റെ ക്ലോസ് എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ എന്തായാലും അധികം ഓൾമോസ്റ്റ് 38 വയസ്സാണ് ആ പ്ലെയറിന്. പ്ലെയർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് പ്ലെയറാണ്. ഏകദേശം മെസ്സിൻ്റെ ക്രിസ്ത്യാനോൻ്റെ എല്ലാം ലെവലിൽ വരുന്ന പ്ലെയറാണ്. പക്ഷേ ഈ പ്ലെയറിനെ കൊണ്ട് പറയാമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. അത് ഏകദേശം നമ്മൾക്കറിയാം ഇപ്പോൾ ഉള്ള പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച പ്ലെയർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സലയാണ്. അതേ സ്കോർ ചെയ്തിട്ടുള്ളത് 153 ഗോളാണ്. അതേ കളിച്ചിട്ടുള്ളത് ലിവർപൂളിന് വേണ്ടിയിട്ടാണ്. വെയിൻ റൂണി സ്കോർ ചെയ്തിട്ടുള്ള 208 ഗോളുകളാണ്. അദ്ദേഹം കളിച്ചിട്ടുള്ളത് യുണൈറ്റഡിന് വേണ്ടിയിട്ടാണ്. അതേ സെയിം ടൈം 338 അപ്പിയറൻസസിൽ 143 ഗോളുകളാണ് ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ ജെറമി വാർഡി എന്ന് പറഞ്ഞ പ്ലെയർ സ്കോർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഫെഡറേഷനൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പ്രൈമിന്. ഇപ്പോൾ മൂപ്പരോടൊന്നും കോമ്പറ്റീഷൻ ഇല്ല. ശരിക്കും ഇപ്പോൾ 38ാമത്തെ വയസ്സിൽ ഞാൻ പറയുന്നു അയാൾ ഹാരി കെയിനെക്കാട്ടി എത്രയോ മുകളിലുള്ള പ്ലെയറാണ്. അതായത് ബോളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്ത് ഇട്ടിട്ട് പോവും. വേഗത, ഫിനിഷിങ്, കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ്. ഇപ്പോഴത്തെ അക്കാദമി പ്ലെയേഴ്സ് ഒന്നും പോലുള്ള സംഭവമല്ല. ഒരു അസാധ്യ പ്ലെയറാണ് അയാൾ. പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ആർസണലിന് ഈ സീസണിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ടീമാണ് ആർസണൽ. പക്ഷെ നമ്മൾ ഒരിക്കലും കോമ്പറ്റീഷനൊന്നും ഇല്ല. ഈ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗെല്ലാം കിട്ടി. അതൊരു കിട്ടിയ ഒരു ബോണസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ PSG ബാർസയിലുണ്ട്. എങ്കിൽ പോലും നമ്മൾക്ക് ഈ സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസണിൽ പ്രീമിയർ ലീഗിൽ കോമ്പീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡള്ളാപ്പിനെല്ലാം പകരം ഈ പ്ലെയറിന് എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ 7 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്, 4 അസിസ്റ്റും. 31 മാച്ചുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡള്ളാപ്പ് എന്ന് പറഞ്ഞ പ്ലെയർ 12 ഗോളും 3. അതിവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എടുത്ത് നമുക്ക് പുറത്തേക്ക് അറിയും. ഇപ്പോൾ ഹാരി കെയിനൊക്കെ ഡോട്ട്മുണ്ടിൽ 32 ഗോളെല്ലാം അടിക്കും. അത് ടാപ്പിംഗ് ഗോൾ അടിക്കാൻ പണിയുണ്ടാ. ഞാൻ പോലും അടിക്കാം, അല്ല പറയില്ല, ഞാൻ അത്യാവശ്യം ഫുട്ബോളും കളിക്കുക. ടാപ്പിംഗ് ഗോളുകളുള്ള സ്കോർ ചെയ്യുന്നതൊന്നും കണക്കിലെടുക്കാൻ പാടില്ല. ഈ വാർഡിൻ്റെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് കൂടാന്ന് ഞാൻ പേടിക്കുന്നു. വാർഡി എന്ന് പറഞ്ഞ പ്ലെയർ എപ്പോഴും ഈ കളിക്കുന്ന ലെസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞ ടീമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കമ്പയർ ചെയ്യുന്ന പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും ചെറിയ ടീമാണ് ലെസ്റ്റർ സിറ്റി. അവരെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3 ലക്ഷമാണ്. ആ ടീമിനെ പ്രീമിയർ ലീഗ് കപ്പടിപ്പിച്ചിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്ര റെസ്പെക്റ്റ് ഫുട്ബോൾ ലോകം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ ആർസണലിലേക്ക് വരിക പറഞ്ഞാൽ ആർസണലിൽ അദ്ദേഹം എടുക്കുകയാണെങ്കിൽ
ഡീസൻറ്റ് സ്ട്രൈക്കർ. നമുക്ക് സുഖമായിട്ട് പ്രീമിയർ ലീഗിന് കുറച്ചുകൂടി വേണമെങ്കിൽ കപ്പടിക്കുകയും ചെയ്യാം. എന്താ പറഞ്ഞാൽ ലിവർപൂൾ ഈ പ്രാവശ്യം കപ്പടിച്ച് കഴിഞ്ഞാൽ സെലൻ്റെ കോൺട്രാക്ട്, സെലൻ്റെയും ആൻഡിജിൻ്റെയും കോൺട്രാക്ട് എന്തായാലും നീട്ടിയിട്ടുണ്ട്. എന്താ ബന്ധങ്ങളൊന്നും അത്ര അവർ തമ്മിലുള്ള ക്ലബ്ബുമായിട്ടൊന്നും അത്ര നല്ലൊരു ഇതൊന്നുമല്ല ഉള്ളത്. അടുത്ത സീസൺ എന്തായാലും ലിവർപൂളിന് ഡിപ്പ് വരും. പിന്നെ സിറ്റിയും കുറച്ച് ഡൗൺ തന്നെയാണ്. പുതിയ പ്ലെയേഴ്സിനൊന്നും കാര്യമായിട്ട് സൈൻ ചെയ്തിട്ടില്ല. ഒമർ മമ്രൂഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറിനെയാണ് സൈൻ ചെയ്തത് മെയിനായിട്ട്. അപ്പോൾ ഈ അവസരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർസണൽ ടീമിന് കപ്പടിക്കാൻ പറ്റിയൊരു അവസരമാണ്. പിന്നെ ന്യൂകാസിൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സീസണിലും നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും ഈ ന്യൂകാസിൻ്റെ. പിന്നെ നെക്സ്റ്റ് സീസണിൻ്റെ തൊട്ടടുത്ത സീസണാണ് ന്യൂകാസിൻ്റെ ഏറ്റവും നല്ല ടീമായിട്ട് വരാം. അത് സിറ്റിൻ്റെ അതേ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാർഡിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ടൈറ്റിൽ നമുക്ക് ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്രാവശ്യം നമുക്ക് സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുന്നത് ഗബ്രിയൽ ജീസസും പിന്നെ ഹാവർട്സ് എന്ന് പറഞ്ഞ പ്ലെയറാണ്. അത് ഒരാൾ 9 ഗോളും ഒരാൾ 4 ഗോളുമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അത് നോക്ക്, ഈ ലെസ്റ്റർ സിറ്റിക്ക് ഏറ്റവും മോശം 7 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പ്ലെയറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വാടി എന്നു പറഞ്ഞാൽ അധികം ബോളുകളൊന്നും കൈവച്ച് കളിക്കുന്ന ടീമേ അല്ല ലെസ്റ്റർ സിറ്റി. അവർ കപ്പടിച്ചത് പോലും കൗണ്ടർ അറ്റാക്ക് മാത്രം ചെയ്തിട്ടാണ്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഫെയറി ടൈലാണ് അല്ലേ. 2015-16 സീസണിൽ അവർ കപ്പടിച്ചത്. അതും നമ്മൾ ചില കൗണ്ടറിൽ ഗോൾ അടിക്കുന്ന വലിയ സംഭവമാണ്. പക്ഷെ ഇത് വാടി അയാൾ വേറൊരു ലെവലായിട്ടുള്ളൊരു പ്ലെയറാണ്. ഇത് പറഞ്ഞാൽ ക്രിസ്ത്യാനോൻ്റെ അപ്പുറവും മെസ്സിൻ്റെ അപ്പുറവും സലൻ്റെ അപ്പുറം എല്ലാം തന്നെ എണ്ണപ്പെടേണ്ട പ്ലെയറാണ്. അതായത് കളിച്ചത് ഒരു മെഡിക്കോറായിട്ടുള്ള ചെറിയൊരു ടീം, പക്ഷെ നല്ല ക്ലബ്ബാണ്, പ്രീമിയർ ലീഗ് അടിച്ച ക്ലബ്ബാണ്. അയാൾക്കെല്ലാം സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ക്ലബ് ഓണേഴ്സ്. കളിച്ചെന്നുള്ളത് മറ്റ് ക്ലബ്ബുകളായിട്ട് കമ്പയർ ചെയ്യുന്ന നേരം ഈവൻ പ്രീമിയർ ലീഗിൽ തന്നെ ആസ്റ്റൺ വില്ല, ടോട്ടൻഹാം അതുപോലെയായിട്ട് കമ്പയർ ചെയ്യുന്ന നേരം ലെസ്റ്ററിൻ്റെ പ്രത്യേകത, ലെസ്റ്റർ വളരെ ചെറിയ ടീമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആസ്റ്റൺ വില്ലയിൽ അധികം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാന്നുള്ള സ്പാനിഷ് ലീഗിൽ നിന്നുള്ള നല്ല നല്ല ടീമെന്ന്, പിന്നെ യുണൈറ്റഡിൻ്റെ അത്യാവശ്യം നല്ല കുറച്ച് ഫോം ടിപ്പായ പ്ലേയേഴ്സിന്, അങ്ങനെയുള്ള പ്ലേയേഴ്സിനെല്ലാം സൈൻ ചെയ്യുന്ന നേരം നമ്മളെ ലെസ്റ്റർ സിറ്റി അധികവും സൈൻ ചെയ്യുന്നത് ഫ്രഞ്ച് ലീഗിലുള്ള പ്ലേയേഴ്സിനെയും ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് നിന്നുള്ള നല്ല പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്തതിന് ഒരു എന്താ പറയുക, അത്രയും ഒരു ചെറിയ ടീമാണ്. അവർക്ക് അപ്പോഴും നിങ്ങൾ അവരെ ഗ്രൗണ്ടും അവരെ കളിയും എല്ലാം കാണുന്നതിന് നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ വാർഡിൽ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്തൊരു എന്താ പറയുക, ഒരു സീസൺ കൂടി അയാൾക്ക് പ്രീമിയർ ലീഗ് കളിക്കാം, 1-2 സീസൺ കൂടി പ്രീമിയർ ലീഗ് കളിക്കാനും. അതിന് എന്തായാലും അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓൾഡ് സ്കൂൾ പ്ലെയറാണ്. അയാൾ ചത്തിട്ടാണ് കളിക്കുക. പാവം നല്ല മരിച്ച് കളിക്കുന്ന പ്ലെയറാണ്. അപ്പം ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആർസണലിന് ഇപ്പോൾ സാക്കെ ആയാലും മാർട്ടിനെല്ലി ആയാലും നല്ലോണം ബോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണക്ട് ചെയ്യാൻ സെൻറ്ററിൽ നമുക്കൊരു ഫോർവേഡ് ഉണ്ടാണെങ്കിൽ, പിന്നെ ഇതേന്ന് പറഞ്ഞാൽ അപാര വർക്ക് റേറ്റ് ആണ്. എന്താ പറയുക, പിന്നെ കൗണ്ടർ അറ്റാക്കും പെട്ടെന്ന് ചെയ്യും. അങ്ങനെ നമുക്ക് സ്കോറിങ് കൂടും. ഒരു മിനിമം ഒരു 15-20 ഗോൾ സ്കോർ ചെയ്താണെങ്കിൽ പിന്നെ അപ്പുറം ഇപ്പുറമെല്ലായിട്ട് നമ്മളെ സാക്കിയും മാർട്ടിനെല്ലിയും പിന്നെ മിഡിലുള്ള ഡക്ലൻ റൈസ് എല്ലാം കുറച്ച് ഗോളുകളെല്ലാം സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കപ്പടിക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ത്രട്ടനിങ് ആയിട്ടുള്ള പ്ലെയറാണ്. ത്രട്ടനിങ് ആയിട്ടുള്ള പ്ലെയറിന് എപ്പോഴും എന്ന് പറഞ്ഞാൽ കൗണ്ടർ അറ്റാക്ക് വരുന്നതുകൊണ്ട് എപ്പോഴും എഗെയിൻസ്റ്റ് ഡിഫൻസ് കുറച്ചധികം വിജിലൻ്റ് ആയിരിക്കും. ഇപ്പോൾ സെലൻ്റെല്ലാം കേസ് പോലെ തന്നെ ഇദ്ദേഹം സെൻറ്ററിലൂട്ടാണ് അറ്റാക്ക് ചെയ്യുക, മറ്റേ തല വിങ്ങിലൂട്ടാണ്. അപ്പോൾ കൗണ്ടർ അറ്റാക്ക് പേടിച്ചുകൊണ്ട് എഗെയിൻസ്റ്റ് ടീം എപ്പോഴും ഡിഫൻസിലേക്ക് ഊന്നി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഡിഫൻസ് അവർ പെട്ടെന്ന് എഗെയിൻസ്റ്റ് ടീം കൗണ്ടർ അറ്റാക്കിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ല. അതായത് അവരെ ഡിഫൻസിൽ നിന്നാണല്ലോ കൗണ്ടർ അറ്റാക്ക് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് ഇതാണ്. എല്ലാവരും നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വെറൈറ്റി കണ്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. പക്ഷേ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ജെർമി വാർഡിനെ കൊണ്ടുള്ള ഒപ്പീനിയൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലേക്ക് ദയവായിട്ട് ഇടാം. ഓക്കെ.